കേന്ദ്ര സർക്കാരിൻ്റെ 6000 രൂപ PM കിസാൻ സമ്മാൻ നിധിയുടെ ധനസഹായം ലഭിക്കുന്ന എല്ലാവരും ഈ അറിയിപ്പ് ഒന്ന് ശ്രദ്ധിക്കുക. കാരണം ഇനി അധിക സമയം നമ്മളുടെ മുൻപിലില്ല. വേരിഫിക്കേഷൻ പൂർത്തിയാക്കിയില്ല എങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ നടപടികൾ നമുക്കെതിരെ ഉണ്ടാവുകയും ചെയ്യും. നടപടികൾ എന്നുള്ളത് അതായത് നമ്മളുടെ തുക തടസ്സപ്പെടുന്നതിന് അത് പ്രധാന കാരണമായേക്കാം. കിസാൻ സമ്മാൻ നിധിയിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള അഗ്രി സ്റ്റാക്ക് കർഷക രജിസ്ട്രിയിലേക്കുള്ള നമ്മളുടെ രജിസ്ട്രേഷനും ID ജനറേഷനും എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ സംസ്ഥാനത്ത് മാത്രമല്ല ഇത്, എല്ലാ സംസ്ഥാനങ്ങളിലും ഇപ്പോൾ ഈ വേരിഫിക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ ആനുകൂല്യങ്ങൾക്കെല്ലാം ഇനി ഇതിലേക്കുള്ള രജിസ്ട്രേഷൻ, ഇതിലൂടെ ലഭിക്കുന്ന ID ഒരു പ്രധാന മാനദണ്ഡമാക്കുന്നത് കൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും അത് നമ്മളുടെ സംസ്ഥാനത്തെ കർഷകരും ഇത് പൂർത്തിയാക്കേണ്ടത് ആവശ്യമാണ്. കിസാൻ സമ്മാൻ നിധിയിൽ ഇല്ലാത്ത കർഷകർ പോലും ഇത് ചെയ്യണം. കാരണം അവർക്ക് കൃഷിഭൂമിയുണ്ട്, ഭാവിയിൽ അവർക്ക് വിവിധ ആനുകൂല്യങ്ങൾ ലഭിക്കണമെങ്കിൽ ഈ കാര്യങ്ങൾ പൂർത്തിയാക്കുകയും വേണം. ഇനി പുതുതായിട്ട് ഭൂമി വാങ്ങിയിട്ടുള്ള കർഷകരും ഈ കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത് ആവശ്യമാണ്. കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ലഭിക്കുന്ന അറിയിപ്പ് 20ാമത്തെ ഗഡു വളരെ വൈകാതെ വിതരണം ചെയ്യുകയാണ്. അതായത് ഈ മാസം 2000 രൂപ എത്തിച്ചേരുകയാണ്. അതുകൊണ്ട് തന്നെ കർഷക രജിസ്ട്രിയിൽ രജിസ്റ്റർ ചെയ്യാത്ത കർഷകർക്കും ആനുകൂല്യം ഇപ്പോൾ മുടങ്ങാതെ ലഭിക്കും. അതായത് ഈ പ്രാവശ്യം ഇത് ചെയ്യാത്തവർക്ക് ആനുകൂല്യം ലഭിക്കുമോ എന്ന് ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് കൃത്യമായിട്ട് ഉദ്യോഗസ്ഥർ നൽകുന്ന മറുപടി. ഈ കർഷക രജിസ്ട്രിയിൽ ഇതിനു വേണ്ടി ID ജനറേഷൻ ചെയ്യാനോ, അപ്പോൾ ഈ കർഷക രജിസ്ട്രിയിൽ പേര് രജിസ്റ്റർ ചെയ്ത് വെരിഫിക്കേഷൻ ചെയ്യുന്നതിനുള്ള സമയപരിധി 2025 ജൂലൈ മാസം 31-ാം തീയതി വരെയുണ്ട്. അതുമാത്രമല്ല ഈ തീയതിക്കുള്ളിൽ തന്നെ എല്ലാ കർഷകരും ഇതെത്തി പൂർത്തിയാക്കണമെന്നില്ല. കൃഷിഭവനിൽ വലിയൊരു തിരക്ക് അനുഭവപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല കൃഷിഭവൻ മുഖാന്തരമുള്ള മറ്റ് സേവനങ്ങൾക്ക് ഇപ്പോൾ തടസ്സം വരികയും ചെയ്തിട്ടുണ്ട്. ഇതുകൊണ്ടൊക്കെ തന്നെ ഇത് അക്ഷയ കേന്ദ്രങ്ങളിലേക്കും കോമൺ സർവീസ് സെൻ്ററുകളിലേക്കും മാറ്റണമെന്നും അതിനുള്ള ജീവനക്കാർക്ക് കൃത്യമായിട്ടുള്ള പരിശീലനങ്ങൾ നൽകി അവർക്ക് അതായത് ഓൺലൈൻ സർവീസ് സെൻ്റർ വഴി ഇത് പൂർത്തീകരിക്കുന്നതിനും അങ്ങനെ കൃഷിഭവനിലെ തിരക്ക് കുറയ്ക്കുന്നതിനൊക്കെയുള്ള പ്രധാന നിർദ്ദേശങ്ങൾ കൂടി ഈ സമയത്ത് വന്നിട്ടുണ്ട്. ഇത് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും അംഗീകരിച്ചു കഴിഞ്ഞാൽ വളരെ വൈകാതെ നമുക്ക് കോമൺ സർവീസ് സെൻ്റർ വഴിയും അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും ചെയ്യാനുള്ള സംവിധാനവും ഒരുക്കും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തിരക്ക് കൂട്ടി ഇത് ചെയ്യാനായിട്ട് പോകേണ്ട ആവശ്യമില്ല. നിലവിലുള്ള സമയപരിധി ജൂലൈ 31 ആണെങ്കിലും അത് ദീർഘിപ്പിക്കുന്നതിനുള്ള സാധ്യതയും ഇവിടെ തുറന്നു തരുന്നുണ്ട്. അപ്പോൾ കിസാൻ സമ്മാൻ നിധിയിൽ 20ാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് ഉടൻ ലഭിക്കുന്നത് കൊണ്ട് തന്നെ കർഷക രജിസ്ട്രിയിൽ വേരിഫിക്കേഷൻ ചെയ്തിട്ടില്ലാത്ത കർഷകർക്കും അത് ചെയ്ത കർഷകർക്കുമെല്ലാം ഈ ധനസഹായത്തിന് അർഹതയുണ്ടായിരിക്കും. ഇനി ഇത് ചെയ്യാത്ത കർഷകർക്ക് പിന്നീട് അവരുടെ സമയവും സന്ദർഭവും അനുസരിച്ച് കൃഷിഭവനിൽ നേരിട്ടെത്തി ചെയ്യാം. അതല്ല എങ്കിൽ പിന്നീട് അക്ഷയ കേന്ദ്രങ്ങളിലേക്കൊക്കെ മാറ്റുകയാണെങ്കിൽ ആ രീതിയിലും ചെയ്യാം. എന്നാൽ അത് കൃത്യമായിട്ട് ഒരു സ്ഥിരീകരണമായിട്ടില്ല. അക്ഷയ കേന്ദ്രങ്ങളിലും കോമൺ സർവീസ് സെൻ്ററിലും ഇത് ആരംഭിക്കുന്ന കാര്യങ്ങൾ തീരുമാനമായിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാനായിട്ട് സമയം ലഭിച്ചു കഴിഞ്ഞാൽ കൃഷിഭവനിലെത്തി തന്നെ ഇപ്പോൾ ചെയ്യേണ്ടതാണ്. ഇനി എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾക്ക് അഗ്രി സ്റ്റാക്ക് കർഷക രജിസ്ട്രിയിലേക്കൊക്കെ രജിസ്റ്റർ ചെയ്യാനായിട്ട് പോകുമ്പോൾ നമ്മളുടെ ഈ വർഷത്തെ കരമടച്ച രസീതിൻ്റെ പകർപ്പ്, അതോടൊപ്പം തന്നെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈലും അത് കൃത്യമായിട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ്. OTP ഉൾപ്പെടെയുള്ള വേരിഫിക്കേഷൻ ഉണ്ടാകും, അതായത് ആധാർ അധിഷ്ഠിത വേരിഫിക്കേഷൻ. അപ്പോൾ ആ രീതിയിൽ നമ്മളുടെ ഫോണിലേക്ക് ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ഫോണിലേക്ക് OTP വരികയും അത് കൃത്യമായിട്ട് ഉദ്യോഗസ്ഥർക്ക് പറഞ്ഞു കൊടുക്കുകയും വേണം. അതുകൊണ്ട് തന്നെ നമ്മളുടെ വീട്ടിലെ മുതിർന്നവരൊക്കെ പോകുമ്പോൾ ഫോൺ കൈകാര്യം ചെയ്യാൻ അറിയത്തില്ലാത്തവരുണ്ടെങ്കിൽ സഹായത്തിന് മറ്റാരെങ്കിലുമൊക്കെ കൂട്ടിക്കൊണ്ടു പോകുന്നതിന് കൂടി പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത്. ആനുകൂല്യം വാങ്ങുന്ന എല്ലാവരിലേക്കും ഈ അറിയിപ്പ് ഷെയർ ചെയ്തെത്തിക്കുക. ഇതുപോലെ വിവിധ ഇൻഫർമേഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.